ഞങ്ങള് സ്വന്തം മുരുമുരുട്ടോ. ഞാൻ കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പൊ അങ്ങാടിപ്പുറത്താണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞതല്ലേ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം പണി കഴിഞ്ഞു. പിന്നെ കുറെ ബസ് കുറെ ദിവസം ഓടിയുന്നതിൽ വലിയ വണ്ടികൾ, ഇപ്പൊ വലിയ വണ്ടികൾ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ അവിടെ ട്രാഫിക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ മക്കളെ ഇവിടുന്നാണ് തുടങ്ങട്ടോ ബ്ലോക്ക്. ഒരു 1.5 ബ്ലോക്ക് ആയിരുന്നു. കോഴിക്കോട് എയർപോർട്ടൊക്കെ എവിടേക്കും കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകാന്ന് പറഞ്ഞ പെരുന്തമണ്ണക്കാർക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരുന്തമണ്ണ ചെപ്പശ്ശേരി ആ ഭാഗത്തുള്ളവർക്കും മണ്ണാർക്കാടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങള് ട്രാഫിക് തന്നെ അല്ലാതെ മനസ്സിലായി. ഞങ്ങള് ട്രാഫിക് ഉണ്ട്. ആ പാലം കേറാൻ നേരത്തെ ഒരു ഇത്തിരി അതെന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. പാലം ചെറിയ പാലല്ലേ, എന്തായാലും സംഭവം വിജയിച്ചു. അപ്പൊ മനസ്സിലായില്ലേ, പാലത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ആ ഇന്റർലോക്ക് അവിടെ കണ്ടോ, അവിടെ റോഡ് പണി അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടാണ്. കണ്ടങ്ങള് ഒരു ട്രാഫിക്കും ഇല്ല കേട്ടോ. ഒരു ട്രാഫിക്കും ഇല്ല കണ്ടോ. ഇവിടെ ആ കേറാൻ നേരത്തെ, അതായത് പാലത്തേക്ക് എൻ്റർ ആകാൻ നേരത്തുള്ള ട്രാഫിക് എങ്ങനെ പോയാലും ഉണ്ടാവും കേട്ടോ. ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ പാലം പൊളിച്ചു പോകണം, എന്നാൽ തന്നെ മാറുള്ളൂ. അത് വേറെ കാര്യം. പാലം പൊളിച്ച് വലിയ വീതിയുള്ള വലിയ പാലാക്കി മാറ്റിയാലേ ഉള്ളൂ ഈ ട്രാഫിക് മാറുക. പക്ഷെ എന്നാലും നല്ല സമാധാനമുണ്ട്. അതായത് 100% ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു 80% ട്രാഫിക് ഇല്ല, 20% ട്രാഫിക് മാത്രമേ ഉള്ളൂ. റോഡ് കംപ്ലൈന്റ് ഇതാ കണ്ടോ നമ്മള്. ഈ പാലം അവസാനിക്കുന്നിടത്ത് ഇതാ കണ്ടോ, ഇവിടെ ആയിരുന്നു കണ്ടോ. ഇവിടെ ഇപ്പൊ ഇന്റർലോക്കൊക്കെ പണി കഴിഞ്ഞു. ബിസി അവറിലാണ് ഞാൻ ഇപ്പൊ പോണതും. കണ്ടങ്ങള് അടിപൊളിയായി. എന്തായാലും ചെറിയ ട്രാഫിക് ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ, പാലം പൊളിച്ചു മാറ്റണം, എന്നാലേ ഉള്ളൂ ആ ട്രാഫിക് കൂടി ഒഴിവാക്കുക. അതെന്തായാലും ചെറിയൊരു ട്രാഫിക് ഒക്കെ ഉണ്ടാവട്ടെ എന്ന്, ചെറിയൊരു ട്രാഫിക് ഉണ്ടാവണത് നല്ലതാണ്. മടിച്ചോ മാറിയോ ചിന്തിച്ചോ നിൽക്കണ്ട, ധൈര്യത്തോടെ യാത്ര ചെയ്തോളി. ട്രാഫിക്കൊക്കെ അങ്ങാടിപ്പുറം പാലം ഉഷാറായിക്കണം, അടിപൊളിയായിക്കണം മക്കളെ, അടിപൊളിയായിക്കണം.